ഹലോ മാന്യരെ, നിക്ഷേപകരും വ്യാപാരികളും. നിങ്ങൾക്കൊപ്പം കേളത് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യാം. നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത്. ജൂലൈ 4, 2025. വർഗീകരണം അനുസരിച്ച് കേളിത കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു. നെലിക 18 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ, പൊതുവെ US മാർക്കറ്റിനുള്ളിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.8 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 5.5 എന്ന സ്കോറിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. മൈനസിന്റെ മാറ്റം കാണിച്ചു 10.1%. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ -9.8%. കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം $144.23 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $2,653 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $89.78 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $451 ബില്യൺ ആണ്. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. പങ്കിടുക. ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 5.436%. പുസ്തക മൂല്യം 19.889%. മാർക്കറ്റിലെ ഓർഗനൈസേഷന്റെ ഓഹരിയും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും വിലയിരുത്തൽ നല്ലത് 1. സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ $61.92 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 69%. കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് പാസാബിൾ 0. കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും 18.3 ആണ്. 28.3 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് 1. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $7,864 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $17,554 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 2.3 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 4.3 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് 0.5. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $62,440 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $96.9 ബില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1. വിൽപ്പന മാർജിൻ 12.6%. ഉപവിഭാഗത്തിൽ ശരാശരി 15%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ കാര്യത്തിൽ കമ്പനിയുടെ വിഹിതം 9.15%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 68% കൂടുതലാണ്.
കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $1,781,000. ഉപവിഭാഗത്തിന് ഇത് $2,999,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം $97,100,000. ഉപവിഭാഗത്തിൽ ശരാശരി $105,800. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന $771,000 ആണ്. ഉപവിഭാഗം $705,000. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിൽപ്പന അളവ് നല്ലത് 0.5 പോയിന്റ്. 1% എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം 1.9%. സൂചകം Y14 കമ്പനിക്ക് 69% ലെവൽ കാണിക്കുന്നു. നഗജസാം ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം 52%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി മൂല്യം ഏകദേശം $25.39 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം $28.12 ആണ്. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനം ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ദയവായി ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി വിവരങ്ങളും റഫറൻസ് സംവിധാനവും ദയവായി ഒരു തീരുമാനം എടുക്കുന്നു. വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പ്രേക്ഷകർക്ക് വലിയ നന്ദി.